വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബാജിയും ആണ്. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട ശേഷം ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ബാജി ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയോളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ച് 3 വിസിൽ വരുന്ന സമയം വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആദ്യത്തെ 1 വിസിൽ വരുന്ന സമയം വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് 2 വിസിൽ വരുന്ന സമയം വരെ ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് 10 മിനിറ്റ് സമയം ഇതിൻ്റെ പ്രഷറെല്ലാം പോവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് പൂരിക്ക് ആവശ്യമായ ഡോ തയ്യാറാക്കാം. ഒരു ബൗളിനകത്തേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും 1 ടേബിൾ സ്പൂൺ അളവിൽ റവയും 1 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ റവയും മൈദയും ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പൂരി നല്ല സോഫ്റ്റായി കിട്ടുകയും അതുപോലെ തന്നെ പൂരി നന്നായി പൊങ്ങി വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെയായി വെള്ളം ചേർത്ത് മാവ് നന്നായി കുഴച്ചെടുക്കുക. മാവ് തയ്യാറാക്കുമ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ പൂരി കൂടുതലായി ഓയിൽ വലിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് കുറേശ്ശെയായി മാത്രം വെള്ളം ചേർത്ത് ഡോ തയ്യാറാക്കുക. അപ്പോൾ ഞാനിവിടെ ഡോ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് സമയം ഞാനിവിടെ കവർ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. കുക്ക് ചെയ്ത ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്യുക. സ്കിൻ റിമൂവ് ചെയ്തെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പിന്നീട് ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും 4 പച്ചമുളക് നെടുകെ കീറിയതും 1 സവാള സ്ലൈസ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് സമയം ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സവാള നന്നായി സോഫ്റ്റായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടി ഒരു 30 സെക്കൻഡ് സമയം ഇതൊന്ന് വഴറ്റുക. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് സമയം ഇത് ഞാൻ കവർ ചെയ്ത് വെക്കുന്നുണ്ട്.
അതിനുശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും തൂക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബാജി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട പൂരി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് പൂരി പരത്തിയെടുക്കാം. അതിനു വേണ്ടി ചെറിയ ഉരുളകളായി മാവെടുത്തതിന് ശേഷം കല്ലിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് പരത്തിയെടുക്കുക. അധികം തിന്നായി പരത്തിയെടുക്കാൻ പാടില്ല. കുറച്ച് കട്ടിയായിട്ട് വേണം പൂരിക്ക് പരത്തിയെടുക്കാൻ. എങ്കിലേ നന്നായി ഇത് പൊങ്ങി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മാവ് ഞാൻ ഓരോ ഉരുളകളായി എടുത്ത് പരത്തി ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാകാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായ ഓയിലിനകത്തേക്ക് നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തവ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൂരി നന്നായി പൊങ്ങി വരുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള പൂരി ഓരോന്നോരോന്നായി ഇതിനകത്തേക്ക് ചേർത്ത് ഞാനിവിടെ ചുട്ടെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഓയിലിനകത്തേക്ക് ചേർത്തതിന് ശേഷം തവ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂരി നന്നായി പൊങ്ങി വരുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പൂരിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.